Hello everybody, welcome back to travelvideos. ഇന്ന് നമ്മുടെ നോർത്ത് വെസ്റ്റ് ട്രിപ്പിൻ്റെ 5ാമത്തെ എപ്പിസോഡ്. നമ്മളിപ്പോൾ ഉള്ളത് ഋഷികേശിലെ കാട്ടിൻ്റെ അകത്തുള്ള ഒരു ടെൻറ്റിൽ. അങ്ങനെ രാവിലെ ഒരു 9:30 ആയപ്പോൾ ഞാൻ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല കട്ടക്കുള്ള ടെമ്പറേച്ചർ 3-4 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. പക്ഷേ പുറത്ത് മൊത്തം നല്ല വെളിച്ചം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും ബ്രദറിനെയും വിളിച്ചിട്ട് പറഞ്ഞു, വാ എനിക്ക് ആ പുഴയിലൊക്കെ ഒന്ന് പോയിട്ട് കുളിച്ച് അതിലൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാറ്. ഒരു രക്ഷയില്ല, നിങ്ങൾ പോയി വരിക, നല്ല തണുപ്പാണ്, ഞങ്ങൾ കിടന്നുറങ്ങട്ടെ അറിയാം. ഞാൻ 2 അടിച്ച് എണീപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ ഒരു ചാൻസ് നമുക്ക് ഇനി കിട്ടില്ല, എനിക്ക് നമുക്ക് ഈ തണുപ്പത്ത് പോയി കുളിക്കാറുണ്ട്. അങ്ങനെ എന്താണെങ്കിലും 2 എണീപ്പിച്ച് ഞങ്ങൾ പോയിൻ്റെ ഭാഗത്തേക്ക് നടന്ന് അങ്ങനെ അവിടെ എത്തിയപ്പോൾ നല്ല രസമുള്ളൊരു പുഴയാണ്. അങ്ങനെ വെള്ളം ഒരുപാടൊന്നുമില്ല, പക്ഷേ ഫുള്ള് പാറകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പിന്നെ വെള്ളത്തിലാണെങ്കിൽ ഒരു 5 മിനിറ്റിൽ കൂടുതൽ നമുക്ക് ചവിട്ടി നിൽക്കാൻ പറ്റില്ല, അത്രക്കും തണുപ്പുമാണ്. അങ്ങനെ നമ്മളവിടെ ഇരിക്കുമ്പോൾ സംഭവം ഏരിയ മൊത്തം നല്ല വെളിച്ചം വെച്ചിട്ടുണ്ടെങ്കിലും സൂര്യൻ ആക്ച്വലി ഇങ്ങനെ ഉദിച്ച് ഫുള്ള് മുകളിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് പ്രത്യേക ഒരു സൺറൈസ് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത് മനസ്സിലായി. അതായത് നമ്മൾ വാൾപേപ്പറിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ കലാകാരന്മാരൊക്കെ വരയ്ക്കുന്ന ഫോട്ടോസിലൊക്കെ കണ്ടില്ലേ, ചിത്രത്തിലൊക്കെ കണ്ടില്ലേ, ഇത് ഫുള്ള് മലകൾക്കിടയിൽ കൂടി സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നൊരു സീൻ. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മുന്നിൽ പുഴയാണ്, ബാക്കിൽ തന്നെ മലയുണ്ട്. അപ്പോൾ മലേൻ്റെ ബാക്കിൽ സൂര്യപ്രകാശം ഇങ്ങനെ കാണുന്നുണ്ട് കുറച്ച് ചെറിയ രീതിയിൽ. അപ്പോൾ നമുക്ക് അതിങ്ങനെ കുറേ നോക്കിയിരിക്കുമ്പോൾ ആ പ്രകാശം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിൽ നല്ല പ്രോപ്പറായിട്ട് അടിപൊളി ഒരു സൺറൈസ് ഇവിടുന്ന് കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു കറക്റ്റ് പോയിന്റിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ വേറെ ഒരു ശ്രദ്ധയില്ലാതെ അവിടെ മാത്രം, കാരണം ഒരു തരത്തിൽ നമുക്ക് ഈ ഒരു സൺറൈസ് മിസ്സാകരുത്. അങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഉണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മുട്ടുസൂചി പോലെ ഒരു വെളിച്ചം ഇങ്ങനെ മലൻ്റെ മേലെ ഇങ്ങനെ കാണാൻ തുടങ്ങി. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു കണ്ടപ്പോൾ. അങ്ങനെ നോക്കി ഇന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ സൂര്യൻ്റെ ആ ഒരു വലിപ്പം ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. അതൊരു ഭയങ്കര അടിപൊളി ഒരു സൺറൈസ് വ്യൂ തന്നെയാണ് നമ്മൾ ഇത്രയും കാലം കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ അതൊക്കെ കുറേ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് ആ ഏരിയ ഒക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് പോയി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഋഷികേശ് വഴി ഡെറാഡൂണിലേക്ക് പോകണം. അങ്ങനെ ട്രാവൽ ചെയ്ത് ഋഷികേശ് ടൗണിലെത്തി. ഋഷികേശ് ടൗണിൽ ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാനുള്ള സമയം നമുക്കില്ല, കാരണം വേറെയും കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഋഷികേശ് ടൗണിൻ്റെ ഒരു 1-2 കിലോമീറ്റർ മുന്നായിട്ട് രാംജൂള എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട്. നല്ല രസമുള്ളൊരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൻ്റെ 2 സൈഡിലും ഹിന്ദു മതമായിട്ട് ബന്ധപ്പെട്ട കുറേ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. ആ ബ്രിഡ്ജിൻ്റെ മേലെ കൂടി ജസ്റ്റ് ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ ചെറിയ വണ്ടികളൊക്കെ, അതായത് ബൈക്ക് കാര്യങ്ങളൊക്കെ ഒന്നും പോവുക, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ബ്രിഡ്ജിൻ്റെ മേലെ ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ കളറിലൊക്കെ പെയിൻ്റൊക്കെ ചെയ്തിട്ട് ദൂരെ നിന്ന് കാണാനൊക്കെ വേറൊരു വ്യൂ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യം ബ്രിഡ്ജിൻ്റെ അടുത്തു നിന്നും വണ്ടി അതൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ബ്രിഡ്ജ് ഞങ്ങൾ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ ഭാഗത്തെത്തി. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ബ്രിഡ്ജിൻ്റെ വ്യൂ ഒക്കെ ദൂരത്തു നിന്ന് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കി. നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അത് ഭയങ്കര ഒരു പീസ്ഫുൾ സ്ഥലമാണ്. ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തുള്ള ആ സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കാറല്ല. അങ്ങനെ അവിടെയൊക്കെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഋഷികേശ് ടൗണിൽ നിന്ന് വിട്ടു. അപ്പോൾ നെക്സ്റ്റ് പ്ലാൻ ആക്ച്വലി ഡെറാഡൂണിൽ എത്തുന്നതിൻ്റെ മുന്നേ എൻ്റെ വണ്ടിക്ക് കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ട്, അതുകൂടി നന്നാക്കണം. അതായത് ഹെഡ്ലൈറ്റ് ഇല്ല, പിന്നെ ഹോണ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്നത് രാവിലത്തെ സമയം കൊണ്ട് ഹോണൊക്കെ മസ്റ്റാണ്. അങ്ങനെ ഒരു ബുള്ളറ്റിൻ്റെ ഷോറൂമിൽ കയറി അതൊക്കെ റീപ്ലേസ് ചെയ്ത് നല്ല ഒറിജിനൽ പാർട്സൊക്കെ വാങ്ങി കിട്ടും. വണ്ടിക്ക് ഇപ്പോൾ ഒരു ഇഷ്യൂസ് ഇല്ല, വണ്ടി ഫുൾ എൻറ്റയർലി പ്രോപ്പറാക്കി. അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്തു. നമുക്കിനിയുള്ള നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മസൂരി കറങ്ങിയ സമയത്ത് ഒരു റോബേഴ്സ് കേവിൽ പോയിട്ടില്ലായിരുന്നു. റോബേഴ്സ് കേവ് അന്ന് ഞങ്ങളടുത്തെപ്പോൾ ലേറ്റായ പ്രകാരം നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു പ്ലാനായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 5-5:15 റോബേഴ്സ് കേവിൻ്റെ മുന്നിലെത്തി. ഒരു നാച്ചുറൽ റിവർ കേവ് ഫോർമേഷനാണ് ഹിമാലയയിലെ. ഇതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ട്രെയിനിൻ്റെ ടണലൊക്കെ ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. കാരണം നീളത്തിലുള്ളൊരു ഗുഹ, പിന്നെ അടിയിൽ മൊത്തം നമ്മൾ നടക്കുന്ന വഴി മൊത്തം വെള്ളം, അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. നിലത്തുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയറായിട്ട് കാണാം. ഏകദേശം ഒരു 600 മീറ്ററോളം ഇതിൻ്റെ നീളം വരുന്നുണ്ട്. നല്ല നേരോ നടപ്പാതകളാണ്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് 2 പേർക്കും കൂടി അടുപ്പിച്ച് നടക്കാൻ പറ്റില്ല, അത്രക്കും നേരമാണ്. അപ്പോൾ നല്ല രസമാണ് ഇത് കാണാൻ. ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഈ ഗുഹേൻ്റെ അകത്തുണ്ട്. ഏകദേശം 10 മീറ്റർ വരെ ഹൈറ്റുള്ള ഒരു വെള്ളച്ചാട്ടം വരെ ഗുഹേൻ്റെ അകത്തുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ ഒരുപാട് അകത്തേക്ക് പോകണം.
പിന്നെ വേറെന്താ വെച്ചാൽ ഇതിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോർഡ് ശിവൻ്റെ വീടായിട്ട് വിശ്വസിക്കുന്നവരുണ്ട്. പിന്നെ പണ്ട് കള്ളന്മാരൊക്കെ ഓരോ കട്ട മുതലുകളൊക്കെ, അതായത് വിലപിടിപ്പുള്ള കട്ട മുതലുകളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കാനും ഈ ഗുഹ ഉപയോഗിക്കുന്നുണ്ടെന്നും അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. എന്താണെങ്കിലും ഇതൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ. കാരണം നമ്മൾ പുഴകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, വെള്ളങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഗുഹകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം ആദ്യമായിട്ടാണ്. ഇത് നാച്ചുറലി ഒരു ഗുഹൻ്റെ അകത്ത് ഒരു ഫ്രഷ് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നല്ല രസം. കാരണം ചില സ്ഥലങ്ങൾ ഗുഹൻ്റെ ചില സ്ഥലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ഓരോ രൂപം ഒരു സ്ഥലങ്ങളൊക്കെയാണ്, ഇരുട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്. എന്താണെങ്കിലും നമുക്ക് ഈ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള നമ്മൾ കഥകളൊക്കെ വായിക്കൂലേ, ഇങ്ങനെ ഗുഹൻ്റെ അകത്ത് കൂടെ ആൾക്കാരൊക്കെ പോയി ഇങ്ങനെ അവിടെ ഈ സ്വർണം എടുത്തു, അങ്ങനെയെങ്കിൽ ആ സ്വർണ്ണപ്പെട്ടി അവിടെ നിന്ന് കിട്ടും, അങ്ങനത്തെ കഥകളിലൊക്കെ വായിക്കുന്ന അങ്ങനത്തെ ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്റ്റോറികൾ, അങ്ങനത്തെ ഫാൻറ്റസി സ്റ്റോറികളിലൊക്കെ വായിക്കുന്ന നമ്മൾ സങ്കല്പിക്കുന്ന ഒരു തരത്തിലുള്ള ഗുഹല്ലേ, അതായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയത്. കാരണം അത്രക്ക് വേറെ തന്നെ ഒരു ഫീലാണ്, നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. എന്താണെങ്കിലും അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് കാര്യമായിട്ട് നല്ല ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഫുള്ള് ചോമീൻ അടിച്ച് നമ്മളൊരു സൈഡായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡെറാഡൂൺ ടൗണിലേക്ക് തന്നെ തിരിച്ചെത്തി. ഫസ്റ്റ് നമ്മൾ ബൈക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ മുതലാളി ചോദിച്ച് വണ്ടിക്ക് എന്തേ പറ്റിയിട്ടുണ്ടോ ചോദിച്ച്. അങ്ങനെ പറഞ്ഞാൽ ഒന്നും പറ്റിയിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ മുതലാളി അവിടെയുള്ളൊരു ടെക്നീഷ്യനെ പറഞ്ഞ് ആ വണ്ടി ഒന്ന് പോയി ചെക്ക് ചെയ്ത് പറഞ്ഞേ. ടെക്നീഷ്യൻ പോയി ചെക്ക് ചെയ്തിട്ട് വന്നേ, ഭായ് സാബ് വണ്ടിക്ക് ഒരു പ്രശ്നമില്ല, വണ്ടി ബഹുത്ത് അച്ചായ, വണ്ടിക്ക് യാതൊരു പ്രശ്നമില്ല പറഞ്ഞേ. അങ്ങനെ മുതലാളി പറഞ്ഞു ഓക്കെ. കാരണം നമുക്ക് പറയാൻ വേറെ സീനൊന്നുമില്ല, നമുക്ക് അതിൽ കണ്ട എല്ലാ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫ്രഷാക്കി മാറ്റി കൊടുക്കും. ഇതാണെങ്കിൽ കാര്യമായിട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. എന്താണെങ്കിലും പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹോട്ടലിൽ പോയി നല്ല പഞ്ചാബി കത്തി റൊട്ടി പറഞ്ഞ സംഭവമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ കയറാൻ പോകുന്ന ട്രെയിൻ എന്ന് പറഞ്ഞാൽ നല്ല ഡീസൻറ്റ് ട്രെയിനാണ്. കാരണം എപ്പോഴും കറക്റ്റ് ടൈമിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ട്രെയിനാണ്. ഈ എടുക്കുമ്പോഴും കറക്റ്റ് ടൈമിങ്, ഡൽഹിയിലെത്തുന്നതും കറക്റ്റ് ടൈമിങ്, ഡൽഹിയിലേക്കാണ് അടുത്ത പോകുന്നത്. അങ്ങനെ ട്രെയിൻ നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡൽഹിയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി, ചരിത്രം മൊത്തം നമ്മൾ കല്യാണം അന്വേഷിക്കുന്ന പോലെ മൊത്തം നമ്മൾ പഠിച്ചു. പ്രോപ്പർ ട്രെയിനാണ്, നമ്മൾ തീരെ പറ്റിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിൽ നമ്മൾ ഡെറാഡൂണിൽ നിന്ന് ഈ ട്രെയിനിൽ കയറി. കാരണം രാവിലെ ട്രെയിനിലെത്തി ഏകദേശം 1.5-2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഫ്ലൈറ്റ് ഉണ്ട് രാജസ്ഥാനിലേക്ക്. അങ്ങനെ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഈ ട്രെയിനിൽ നമ്മൾ കയറി.